നമസ്കാരം. പതിരും കതിരും. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. വയലാറിൻ്റെ രാവണപുത്രിയിലെ ഈ വരികൾ ഓർത്തുപോകുന്നത് കുറേ കുടിലതന്ത്രക്കാരായ കബന്ധങ്ങളെ കാണുമ്പോഴാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതോടെ അവർ ഉന്മാദ നൃത്തം തുടങ്ങി. ചവിട്ടിക്കുഴയ്ക്കുകയാണ് രാഷ്ട്രീയ രണാങ്കണത്തെ. MA ബേബിയും ബ്രിട്ടാസുമാണ് ഇപ്പോൾ മോദിക്ക് രാഷ്ട്രതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. യുദ്ധതന്ത്രജ്ഞന്മാരാണ് തങ്ങളെന്ന മട്ടിലാണ് സഖാക്കളുടെ പ്രസ്താവനകൾ. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയതോടെ ഗോവിന്ദൻ മാഷോളം ബുദ്ധി ചുരുങ്ങിപ്പോയ ഒരു സഖാവാണ് പ്രാക്കുളം ബേബി സാറ്. ട്രംപിൻ്റെ വിചാരം താൻ ലോകത്തിൻ്റെ പ്രസിഡൻ്റാണ് എന്നായിരുന്നു ബേബി സാറിൻ്റെ ഒരു പ്രതികരണം. താനൊരു അഖില ലോക പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് എന്ന ഭാവത്തിലാണ് ബേബി സാറിൻ്റെയും പ്രവൃത്തികളിപ്പോൾ. എന്തിനേറെ, ലോക കമ്മ്യൂണിസത്തെ കേരളത്തിലിരുന്ന് കൊതിപ്പിക്കുന്ന കാരണഭൂതൻ്റെ സെക്രട്ടറിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള എല്ലാവിധമായ അവകാശങ്ങളുമുണ്ട് എന്ന് കരുതി പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തിന് സമീപത്തു നിന്നും 16 അടി പിന്നിലെ ബേബി സാറിന് സ്ഥാനമുള്ളൂ എന്നത് മറ്റൊരു കാര്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് CPM ഉള്ളതുകൊണ്ടാണ് എന്ന് ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചത് കേട്ട് ഇന്നും ചിരി നിർത്തിയിട്ടില്ല നമ്മുടെ കാരശ്ശേരി മാഷ്. അതുപോലെ ഒരു ഫലിതമാണല്ലോ ബേബി സാറും കാച്ചിയത്. CPM ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ത്യ അടങ്ങിയത് എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ കഫിയ അണിഞ്ഞ് പലസ്തീന് സിന്ദാബാദ് വിളിച്ചു കൊടുത്ത പുള്ളിയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. പ്രശ്നം വഷളാകുന്ന അവസ്ഥയിലേക്ക് പോകരുതെന്ന് ബേബി സാർ പറഞ്ഞത് മോദി അനുസരിച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ വേണ്ട സമയത്ത് ഉപദേശിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് മോദി കഴിഞ്ഞുകൂടി പോകുന്നത്. എന്തായാലും യുദ്ധം അവസാനിച്ചു. ഇനി അതിൻ്റെ പിതൃത്വം കൂടി ഏറ്റെടുക്കാനുള്ള ത്വരയാണ് നമ്മുടെ ബേബി സാറിന്. പുളുപടിച്ച് ബേബിയും സ്വരാജും കൂടി പാർട്ടിയെ കൗബീനമുടിപ്പിക്കുന്ന അവസ്ഥയിലാക്കിയിരുന്നു. ഭീമൻ രഘുവിൻ്റെ അറ്റൻഷനും ഗോവിന്ദൻ്റെ വിവേകവും വിജയരാഘവൻ്റെ ഫലിതവും ബിന്ദുവിൻ്റെ സർഗവൈഭവങ്ങളും ഒത്തിണങ്ങിയ ഒരു പുരുഷാവതാരം മാത്രമാണ് ഈ ബേബി സാറെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ഈ മുന്തിയ പദവി ഇല്ലാതിരുന്ന കാലത്ത് ഈ മനുഷ്യന് ഒരു തൊള്ളിയൊക്കെ വിലയുണ്ടായിരുന്നു. മനുഷ്യരാകണമെന്ന് ലോകത്തോട് പറഞ്ഞ മാർക്സിസ്റ്റുകാർ തുർക്കിയുടെ കണ്ണീരൊപ്പാൻ കൊടുത്ത 10 കോടി എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയതിൽ ബേബിക്കും സമാധാനിക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഫോഷ്കിനെക്കുറിച്ചാണ് ബ്രിട്ടാനിയൻ വേവലാതിപ്പെടുന്നത്. ആ ഫോഷ്ക് ഉള്ളത് കൊണ്ടല്ലേ ബ്രിട്ടാസെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10 വോട്ടിന് ജയിക്കാനിടയില്ലാത്ത നിങ്ങൾ പ്രതാപിയായി രാജ്യസഭയിൽ നേതാവായി പോയിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ കഴകത്തില്ലായ്മ കൊണ്ട് കാശ്മീർ വേണമെന്ന് ട്രംപ് പറയുമെന്നാണ് ബ്രിട്ടാസ് പരിഹസിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതെല്ലാം വേണ്ടപ്പെട്ടവർക്ക് നൽകി സുഖിപ്പിക്കുന്ന പിണറായിയാണോ ഇന്ത്യ ഭരിക്കുന്നത്? പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കാതെ കേന്ദ്ര സർക്കാരിനെ ബ്രിട്ടാസ് വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ ചിരി വരികയാണ്. കേരളത്തിൽ ജനാധിപത്യം പൂത്തു തളിർത്ത് പ്രതിപക്ഷ ബഹുമാനത്തോടെ ഭരിക്കുകയാണല്ലോ. മോൾക്കെതിരെ 2 ചോദ്യം ചോദിച്ചാൽ മുണ്ടുനീരാണ് ഒച്ചയടപ്പാണെന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന വായില്ലാ കുന്നിലപ്പൻ്റെ കാര്യം മറന്നിട്ടാണ് ബ്രിട്ടാസ് മോദിയുടെ വായ വലിച്ചു തുറക്കാൻ പോകുന്നത്. താലിബാൻ ഞങ്ങളെ വിസ്മയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്ന ടീംസാണ് കരയിൽ നിന്ന് തോണി മുക്കുന്നത്. അമേരിക്കയ്ക്ക് പകരം ചൈനയാണ് ഇടപെട്ടിരുന്നതെങ്കിൽ ചങ്കിലെ ചൈനയ്ക്ക് വേണ്ടി ഈ വികട വിപ്ലവ വിദ്വാൻമാർ കൗബീനം പറിച്ച് ചാടിയേനെ. ഈ ബ്രിട്ടാസിനെ പോലെ ബുദ്ധിയും വൈഭവങ്ങളുമുള്ള ഒരു 4-5 എണ്ണത്തിനെ കൂടി CPMന് കൊടുത്തിരുന്നെങ്കിൽ ഈ പാർട്ടി ഏത് ലെവലിൽ എത്തുമായിരുന്നു. ഈശ്വരൻ ക്രൂരനാണെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. 1000 കാലുകളുള്ള അട്ടയ്ക്ക് കണ്ണു കൊടുത്തിട്ടില്ലല്ലോ തമ്പുരാൻ. നന്ദി.